ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മൈ ഫ്രോക്സിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. ഇതെൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. വളരെ ഭംഗിയുള്ള ഒരു ഫ്രോക്കാണിത്. ഇത് ഏകദേശം 5 മുതൽ 6 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രോക്ക് നമുക്ക് ശരിക്കും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വാങ്ങിക്കാൻ ചെന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അല്പം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കുമാണ്. ഇതിൻ്റെ ഈ റഫിളാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. കാസ്കേഡ് റഫിൾ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ കാസ്കേഡ് റഫിൾ ഫ്രോക്ക് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. ഫ്രോക്കിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഫ്രോക്ക് തയ്ക്കുന്ന തുണി. 1.5 മീറ്റർ ഉണ്ട് ഇത്. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ഞാനിവിടെ ടോപ്പിന് മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് 1/2 മീറ്റർ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ടോപ്പിനും സ്കേർട്ടിനും വെക്കുന്നവർ 1.5 മീറ്റർ തന്നെ ലൈനിങ് ക്ലോത്തും എടുക്കുക. ഇത് ടോപ്പ് പോർഷനുള്ള ക്ലോത്താണ്. ഞാൻ നേരത്തെ കാണിച്ച ആ 1.5 മീറ്റർ ക്ലോത്തിൽ നിന്നും മുറിച്ചെടുത്തതാണിത്. ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് 16-16.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനും കൂടിയുള്ള ഇറക്കമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 14 ഇഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനോടുകൂടി തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുള്ള അളവാണിത്. അപ്പോൾ നമ്മളിതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കുമായിട്ട് ഇങ്ങനെ മടക്കി കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പീസിന് ഏകദേശം 8 ഇഞ്ച് ഇറക്കമാണ് വരുന്നത്. നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. ഞാൻ സീം അലവൻസ് കൂടി ഇട്ടിട്ടാണ് 8 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചും പിന്നെ മുകളിൽ സ്ട്രാപ്പ് 3 ഇഞ്ച് കൂടി വരും. അപ്പോൾ ടോട്ടൽ 9 ഇഞ്ച് ഇറക്കമാണ് ടോപ്പിന് വരുന്നത്. സെയിം മെഷർമെൻറ്റിൽ തന്നെ ലൈനിങ് ക്ലോത്തും എടുക്കുക. ടോപ്പിൻ്റെ ഉള്ള 2 പീസ് ഉണ്ട്. ഇതും ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാം. ലൈനിങ് ക്ലോത്ത് 2ആയിട്ട് മടക്കുന്നു. എന്നിട്ട് ഈ അൺകട്ടഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ കഴുത്തിൻ്റെ അളവ് നമ്മൾ ഇവിടെ സ്ട്രാപ്പാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് കഴുത്തിൻ്റെ അളവ് മെഷർ ചെയ്യുന്നില്ല. സ്ട്രാപ്പ് ഏകദേശം 2.5 ഇഞ്ച് 2.25 ഇഞ്ച് അകലത്തിലാണ് വെക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അതിനുശേഷം ഷോൾഡർ പോയിൻറ്റിൽ നിന്നും താഴേക്കാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഷോൾഡർ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രാപ്പ് അല്പം വീതിയുള്ള സ്ട്രാപ്പാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. പിന്നെ കൈക്കുഴി ഇവിടെ നിന്നുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ട്രാപ്പിന് 3 ഇഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രാപ്പിൻ്റെ ഇറക്കം 3 ഇഞ്ച് വരും. അപ്പോൾ അത് ബാക്കി വന്നിട്ട് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം 5.5 ഇഞ്ചാണ് ടോട്ടൽ കൈക്കുഴിയുടെ ഇറക്കം. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് ബോഡിയിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുവഴി കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 25 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 6.25 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അത് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി ഞാനൊരു 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ വേസ്റ്റ് വന്നിട്ട് അടിഭാഗത്തെ മെഷർമെൻറ്റ് തന്നെയാണ്, സെയിം തന്നെയാണ് എടുക്കുന്നത്. 6.25 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 7.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യേണ്ട പോർഷനാണ്, ലൈനാണ്. ഇതുവഴിയാണ് നമ്മൾ തയ്ക്കേണ്ട ലൈൻ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല തുണി ഇതിൽ വെച്ച് തയ്ച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം. തുണി ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അംബ്രല കട്ടാണ് സ്കേർട്ട് വരുന്നത്. തുണി നമുക്ക് വേണ്ട നീളത്തിൽ, എത്ര നീളം വേണോ ആ നീളത്തിൽ തുണി എടുത്ത് 2ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് എനിക്ക് വേണ്ട സ്കേർട്ടിൻ്റെ ഇറക്കം 21 ഇഞ്ചാണ്. കാരണം ടോപ്പിന് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ എനിക്ക് 30 ഇഞ്ച് ഇറക്കമാണ് ഫ്രോക്കിന് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ സ്കേർട്ടിന് 21 ഇഞ്ച് നീളം കിട്ടണം. 21 ഇഞ്ചും അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി 23 ഇഞ്ച് ഇറക്കമാണ് എനിക്ക് സ്കേർട്ടിന് കിട്ടേണ്ടത്. അപ്പോൾ അംബ്രല കട്ട് ആയതുകൊണ്ട് അംബ്രല കട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് ഇതിൻ്റെ 4/1 വേസ്റ്റ് ഭാഗത്തിൻ്റെ നമ്മൾ എടുക്കുന്ന വേസ്റ്റ്, നമ്മൾ ടോപ്പ് കട്ട് ചെയ്തപ്പോൾ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ വേസ്റ്റിൻ്റെ 4/1 എത്ര വരുന്നോ അതും കൂടി ആഡ് ചെയ്ത് വേണം തുണി മടക്കിയിടാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്ന വേസ്റ്റ് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 6 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 29 ഇഞ്ച് നീളത്തിലാണ് തുണി ഇവിടെ ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, 29 ഇഞ്ച് നീളത്തിലാണ് തുണി ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഈ 2 പീസും 29 ഇഞ്ച് വരത്തക്ക രീതിയിൽ. ഇതിനെ നമുക്ക് കണ്ടോ, ഇവിടെ അൺകട്ടഡ് ആണ്. ഇവിടെ ഈ പോർഷനിൽ കൈ വെച്ചുകൊണ്ട് ഈ ക്ലോത്തിനെ ഇങ്ങനെ നമ്മൾ ഒന്നുകൂടി മടക്കുന്നു. ഇങ്ങനെ മടക്കാതെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ആണെങ്കിൽ പെട്ടെന്ന് കുറച്ച് പോർഷൻസേ കട്ട് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ മടക്കി ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്നും മെഷർമെൻ്റ് എടുത്ത് താഴേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ക്ലോത്ത് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇതിൻ്റെ ഈ ടിപ്പ് പോർഷനിൽ വെച്ച് വേണം മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് ആദ്യം മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ അളവ് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടോ 6 ഇഞ്ച് നമ്മളിങ്ങനെ കർവായിട്ട്, ഇത് വേസ്റ്റിൻ്റെ അളവാണ്. ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ വെച്ച് തന്നെ ടേപ്പ് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. 29 ഇഞ്ചാണ് വേണ്ടത്. ഇതുപോലെ ഇത് കർവായിട്ട് ഇങ്ങനെ മെഷർ ചെയ്ത് പോവുക. ശ്രദ്ധിക്കേണ്ട കാര്യം ടേപ്പ് ഇവിടെ നിന്നും മാറിപ്പോരുത്. അപ്പോൾ അളവിന് വ്യത്യാസം വന്നാൽ സ്കേർട്ടിൻ്റെ അടിഭാഗം കാണാൻ ഭംഗിയുണ്ടാവില്ല. സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലൈനിങ് ക്ലോത്ത് വേണ്ടവർ ഇതേ മെഷർമെൻറ്റിൽ ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ സ്ട്രാപ്പിന് എടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇതിന് 7 ഇഞ്ച് നീളമാണുള്ളത്. 7 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയുമാണുള്ളത്. ഇത് ആ സെയിം മെഷർമെൻറ്റിലുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്, 2 സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം അകത്ത് വരത്തക്ക രീതിയിൽ ആദ്യം സ്ട്രാപ്പാണ് തയ്ക്കുന്നത്. അപ്പം നല്ല ഭാഗം ഇങ്ങനെ അകത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതുവഴി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തെടുക്കുക. സ്ട്രിപ്പിൻ്റെ ക്ലോത്ത് ഞാൻ ഇതുപോലെ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നല്ല ഭാഗം പുറത്ത് വന്നു. ഇതുപോലെ സെയിം ആയിട്ട് ഇതും ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുക്കുക. ഇനി റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സൈഡ് ഞാനിങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. നമ്മൾ തയ്ക്കുമ്പോൾ സാധാരണ ഇത് ഈ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇട്ട് പോയാലും മതി, പ്ലീറ്റ്സ് ഇട്ട് പോയാലും മതി. ഇപ്പോൾ മനസ്സിലാക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ലൈനിങ് ക്ലോത്തിലേക്ക് ഈ ബാൻഡ് ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഏകദേശം 1/2 ഇഞ്ചോളം ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെക്കുക. ഈ തയ്ക്കുന്ന ഭാഗം തയ്യലിൻ്റെ ഭാഗം പുറകു ഇങ്ങനെ വരത്തക്ക രീതിയിൽ അതേപോലെ തന്നെ ഈ ബാൻഡും ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത തുണി വെച്ച് തയ്ക്കുന്നതാണ് നല്ലത്. ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം അകത്തു പോകത്തക്ക രീതിയിൽ കണ്ടോ, നല്ല ഭാഗം അകത്തു പോകത്തക്ക രീതിയിൽ ഇത് അകത്തെ വശമാണ്, ചീത്ത ഭാഗമാണ് തുണിയുടെ. ഇങ്ങനെ വെച്ച് ഇതിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ലൈനിങ്ങിൻ്റെ താഴെ ഈ ബാൻഡും അതിൻ്റെ താഴെ നല്ല തുണിയും വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഈ കഷത്തിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് ആ ഭാഗത്തുകൂടിയും തയ്ച്ചിട്ടുണ്ട്. നമ്മൾ നല്ല തുണിയിൽ കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ തയ്ച്ചതിന് ശേഷം നമുക്കിനി ഈ 2 പോർഷനും കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ പീസും ഒരു പീസ് കൂടി ഉണ്ടല്ലോ, ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസുണ്ട്. ഈ പീസും ഇതേപോലെ തന്നെ തയ്ക്കുക. ആം ഹോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്ത് തയ്ക്കാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസാണിത്. ഇനി നമ്മൾ ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്യുക. ബാക്ക് പീസ് ഉണ്ടോ, ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ തന്നെ വെക്കുക. ലൈനിങ് ക്ലോത്തിലേക്ക് ഇതിങ്ങനെ വെക്കുക. നമ്മൾ ഫ്രണ്ട് പീസിന് വെച്ച അതേ പ്രോസസ്സ് തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഏകദേശം 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക. ഇവിടെയും ഇതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, ഇവിടെ നിന്നും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്ക് വെക്കുക. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മുടെ നല്ല ക്ലോത്ത് എടുത്ത് ഇങ്ങനെ വെക്കുക. ഈ സെൻറ്റർ പോയിൻറ്റുകൾ ഒരുപോലെ ഇരിക്കണം. അതിനാണ് ഇവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോയിൻറ്റ് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു മുട്ടുസൂചി കുത്തി വെച്ചാൽ കൃത്യമായിട്ട് ഈ 2 ബാൻഡിൻ്റെയും ഇവിടെയായിട്ട് ഓരോ മുട്ടുസൂചി കുത്തി വെച്ചാൽ കറക്റ്റായിട്ടിരിക്കും. എന്നിട്ട് ഇവിടെ കൂടെയും ഇതുപോലെ തന്നെ ഈ കൈക്കുഴി വഴി ഇങ്ങനെ ഈ 2 സ്ട്രിപ്പും ഇവിടെയും ഇങ്ങനെ ഇത്രയും കൂടി സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ലൈനിങ് ക്ലോത്തിലേക്ക് ഈ ബാൻഡ് വെച്ച് തയ്ക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഈ 2 ബാൻഡും തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മീതെ നല്ല തുണി വെച്ചിട്ട് ഒന്നുകൂടി തയ്ച്ചാൽ മതി. ഇവിടെ ബാക്ക് പീസിൽ ഞാൻ ചുളുക്കിടുന്നില്ല, പ്ലീറ്റ്സ് പോലെ വെക്കുന്നില്ല. ഫ്രണ്ടിൽ മാത്രമേ ഇതുപോലെ വെക്കുന്നുള്ളൂ. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോവുകയാണ് ചെയ്യുന്നത്. ബാക്ക് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ 2 ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെയും ഇതുപോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഇത് തൊട്ട് മുമ്പുള്ള ഫ്രോക്കിൻ്റെ വീഡിയോയും ഞാൻ ഇതേ മെത്തേഡിൽ തന്നെയാണ് അതിൻ്റെ സ്ട്രാപ്പ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സംശയം തോന്നുന്നവർ അതുകൂടി കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ടോപ്പിൻ്റെ ഇനി നമുക്ക് ഈ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആം ഹോൾ തൊട്ട് ഇതുവഴിക്ക് ഇങ്ങനെ ഇവിടം വരെയും തിരിച്ച് ഈ ആം ഹോൾ വരെയും ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്താൽ ഒന്നുകൂടി ഭംഗിയായിട്ടിരിക്കും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിൽ ഓപ്പണിംഗ് വേണം എന്നുള്ളവർക്ക് സിബ് വെക്കുകയോ ഹുക്ക് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണം എന്നുള്ളവർക്ക് ഇവിടെ 4 ഇഞ്ച് താഴ്ത്തി വെട്ടിയിട്ട് പടി വെച്ച് തയ്ക്കുക. ഞാൻ അതിൻ്റെ മാത്രമായ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാനത് കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലാഗ് ചെയ്യും എന്നുള്ളത് കൊണ്ട്. ഈ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച്. അത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഈ ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ടക്ക് ദേ കണ്ടോ, ഈ സ്ട്രിപ്പിൻ്റെ ഈ സ്ട്രാപ്പിൻ്റെ ഈ സൈഡിലായിട്ട് ഏകദേശം ഒരു 1/4 ഇഞ്ചൊക്കെ വരെ നമ്മൾ ബ്ലൗസിനൊക്കെ ടക്ക് അടിക്കത്തില്ലേ, അതുപോലെ ഒരു ടക്ക് ഇവിടെ നിന്നും താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ നിന്നും താഴേക്ക് ഇങ്ങനെയും ഈ ഭാഗത്ത് നിന്നും താഴേക്ക് ഇങ്ങനെയും ഒരു ടക്ക് കൊടുക്കുന്നു സ്ട്രെയിറ്റ് ആയിട്ട്. അത് അകത്തു നിന്നാണ് നമ്മൾ പിടിക്കുന്നത്. അതെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഏകദേശം ഇത്രയുമേ വരുള്ളൂ. ഏകദേശം 1/2 ഇഞ്ച് ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ 1/2 ഇഞ്ച് വലുപ്പത്തിലേ പോകുള്ളൂ. അതേപോലെ തന്നെ ഈ പോർഷനിലും ഞാൻ ഇവിടം തൊട്ട് താഴെ വരെ ഇതുപോലെ ഒരു ടക്ക് കൊടുക്കുന്നു. ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഗ്യാപ്പിൽ ഇതുപോലെ ടക്ക് കട്ട് ചെയ്യുക, ഇതുപോലെ ടക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതുപോലെ ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. എന്നിട്ട് ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ തയ്ച്ച ഈ പോർഷൻ ചേർത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തുകൂടി ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. 2 എണ്ണത്തിലും അതുപോലെ ചെയ്യുക. 2 സ്ഥലത്തും ടക്ക് പോലെ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ബാക്ക് പീസിൽ തയ്ച്ചിട്ടില്ല, ഫ്രണ്ട് പീസിൽ മാത്രമേ തയ്ച്ചിട്ടുള്ളൂ. ബാക്ക് പീസിലും വേണമെങ്കിൽ തയ്ക്കാം. ഞാനിവിടെ ബാക്ക് പീസ് തയ്ക്കുന്നില്ല. ഇനി അതിനുശേഷം നമ്മൾ ഈ 2 സൈഡും ടോപ്പിൻ്റെ 2 സൈഡും ഇവിടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഈ 2 സൈഡും യോജിപ്പിക്കുക. ടോപ്പ് ഞാൻ 2 സൈഡും തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ സ്കേർട്ട് ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്കേർട്ടിൻ്റെ അളവും ഈ വേസ്റ്റ് ഭാഗത്തെ അളവും ടോപ്പിൻ്റെ വേസ്റ്റ് ഭാഗത്തെ അളവും ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ ഇതിന് മുമ്പ് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഒരുപോലെ ആയിരിക്കേണ്ടതെന്ന്. അത് കൃത്യമായിരിക്കണം, എന്നാൽ മാത്രമേ ഇങ്ങനെ 2 സൈഡും കൂട്ടി തയ്ച്ച ടോപ്പിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കണ്ടോ, ദേ ഇവിടെ തൊട്ട് ഇവിടെ വരെ വെച്ചു. ഇത്രയും സ്റ്റിച്ചിങ് അലവൻസാണ് വരുന്നത്. നമുക്ക് കൂട്ടി തയ്ക്കേണ്ടത് ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ കൃത്യമായ അളവിലാണ് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഈ സ്കേർട്ട് വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ സ്കേർട്ടിലൊരു റഫിള് വെക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതിൻ്റെ അളവ് അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റഫിളും ഒരു ഫ്ലവറും വെക്കുന്നുണ്ട്. സാധാരണ ഫ്രോക്കിൽ ഞാൻ സ്കേർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു സൈഡിലാണ് വരുന്നത്. ഈ ഫ്രോക്കിന് അങ്ങനെയല്ല വരുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചിട്ട് ഈ ജോയിൻ ചെയ്യുന്ന പോർഷൻ ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ സ്റ്റിച്ചിൻ്റെ നേരെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു ഫ്ലവറും ഇതിൻ്റെ താഴേക്കാണ് റഫിളും വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് റഫിൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റഫിൾ കട്ട് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഈ പോർഷൻ്റെ സ്കേർട്ടിൻ്റെ ഈ ജോയിൻ ചെയ്യാത്ത പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ വെച്ച് തയ്ക്കേണ്ടത്. ആ പോർഷൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. എത്ര ലെങ്തിലാണ് നമ്മൾ റഫിൾ വെക്കുന്നതെന്ന് ആദ്യം ഒന്ന് മെഷർ ചെയ്യുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഏകദേശം 22 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അലവൻസ് സീം അലവൻസ് അടിയിലും താഴെയും കൂടെ കൂട്ടിയിട്ട് ഒരു 20-20.5 നമുക്ക് കിട്ടുകയുള്ളൂ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 18 ഇഞ്ച് മതി റഫിൾ വെക്കാനായിട്ട്. കാര്യം റഫിൾ ഇങ്ങനെ താഴേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് 18 ഇഞ്ച് അളന്നെടുക്കുക. 18 ഇഞ്ചിലുള്ള റഫിളാണ് നമുക്ക് വെക്കേണ്ടത്. ഇത് നമ്മുടെ ബാലൻസ് ക്ലോത്താണ്. ഇതിൽ നിന്നാണ് നമ്മൾ റഫിൾ വെട്ടിയെടുക്കേണ്ടത്. അപ്പം ഞാനിത് ഇങ്ങനെ തുണി 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിനെ കൃത്യം സ്ക്വയർ ആയിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ നീളം 9.25 ഇഞ്ച് വരുന്നുണ്ട്, 9 ഇഞ്ച് വരുന്നുണ്ട്. ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് മടക്കുക. ഇപ്പോൾ ഈ ക്ലോത്തിനെ നമ്മൾ കൃത്യം സ്ക്വയർ ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. എല്ലാ സൈഡ്സും 9 ഇഞ്ച് വീതമുള്ള കണ്ടോ 4 പീസ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ റഫിൾ കട്ട് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ ഞാൻ ഇതിനു മുമ്പിട്ട് ഫ്ലവർ കട്ടിൻ്റെ ഫ്രോക്സ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിൻ്റെ റഫിളും വെട്ടിയെടുക്കുന്നത്. നമ്മൾ ആദ്യം സ്കേർട്ടിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തിരുന്നു 18 ഇഞ്ച് 18 ഇഞ്ച് എന്നുള്ളത്. അതിൻ്റെ 6-1 3 ഇഞ്ച്. ആ 3 ഇഞ്ചാണ് നമ്മൾ ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് പോകേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ഫ്ലവർ കട്ട് ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്, 2-3 ഫ്രോക്സ്. അതുപോലെ തന്നെ ധാരാളം ഫ്രോക്സിൻ്റെ വീഡിയോസ് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഫ്രോക്ക്, ബട്ടൺ ഫ്രോക്ക് തുടങ്ങിയ ഫ്രോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യം നമ്മൾ ഈ 3 ഇഞ്ച് എടുത്തിട്ട് കർവായിട്ട് വരച്ചു. ഇനി അതിനുശേഷം 3 ഇഞ്ച് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ബാലൻസ് ലെങ്ത് നമുക്ക് വരുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ റഫിളിന് എനിക്ക് 5.5 ഇഞ്ചോളം തുണിയാണ് വേണ്ടത്. 5.5 ഇഞ്ച് വീതിയാണ് വേണ്ടത്, വിഡ്ത്താണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്ത് പോകാം. ഈ പോയിന്റിൽ നിന്ന് തന്നെ ഞാനിവിടെ 8.5 വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ തന്നെ കർവായിട്ട് 8.5 വെച്ച് മാർക്ക് ചെയ്ത് പോവുകയാണ്. ഇനി നമുക്ക് ഈ കർവിൽ കൂടിയും ഈ കർവിൽ കൂടിയും ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസാണിത്, കണ്ടോ? ഇതിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഇത് 2 സൈഡും ജോയിൻ ചെയ്തതാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തെ ജോയിനിങ് മാറ്റുക, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇതേപോലെ മടക്കിയിട്ട് ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ ബാക്കി ബാലൻസ് തുണിയിൽ നിന്നും തുണി 4ആയിട്ട് മടക്കിയിട്ട് ഇതേ മെഷർമെൻറ്റിൽ ഒരു റഫിൾ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ടിൽ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയായിരുന്നു, ഫുൾ റൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ 2 പീസും നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗമാണ്, ഇതിൻ്റെ നല്ല ഭാഗമാണ്. ഇതിങ്ങനെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട്, ഇത് കൃത്യം ഒരേ അളവാണ്, അതുകൊണ്ട് നമുക്ക് തയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് വരില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തു കൂടി, ഇതിൻ്റെ കൂടുതലുള്ള ഭാഗത്തു കൂടി ഇതുവഴി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുവഴി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ചേർത്ത് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ വരെ ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ, ഇവിടെയും ജോയിൻ ചെയ്യണം, ഇവിടെയും ജോയിൻ ചെയ്യണം. ഈ പോർഷൻ ഇപ്പോൾ തയ്ക്കേണ്ട, ഇത് നമ്മൾ തിരിച്ച് റിവേഴ്സ് എടുത്തതിന് ശേഷമാണ് ഇവിടം തയ്ക്കേണ്ടത്. ഇത് ഞാനിവിടെ ഇങ്ങനെ ഇവിടെ കൂടി സ്റ്റിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ റൗണ്ടായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ട് ഇവിടം വരെയും സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കാം, നല്ല സൈഡ് പുറത്ത് വരത്തക്ക രീതിയിൽ. ഇതിങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്താൽ ഇതേ രീതിയിലായിരിക്കും നമ്മൾ ഉടുപ്പിൽ വെച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഈ ഫ്രില്ല്. അപ്പോൾ ഇത് നമ്മളിനിയും നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ കൂടി നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഇതും കൂടി ജോയിൻ ചെയ്ത് ഇത് ഈ നല്ല സൈഡിൽ കൂടി തന്നെ കൊടുക്കാം, കാര്യം ഇത് അകത്ത് പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഓപ്പൺ ആയ പോർഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു പീസ് എടുക്കുക. ഈ ഒരു പീസിലേക്ക് നമ്മൾ ഈ തയ്ച്ച റഫിൾ ഇതുപോലെ വെച്ച് തയ്ക്കുക. ഒരല്പം തയ്യൽ തുമ്പ് താഴ്ത്തി, ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗത്തെ ആ തയ്യൽ തുമ്പ് താഴ്ത്തി ഇവിടെ നിന്ന് വേണം 1 ഇഞ്ചെങ്കിലും ഏകദേശം താഴ്ത്തിയിട്ട് വേണം. പിന്നെ ഇവിടെ നമ്മളൊരു ഫ്ലവർ കൂടി വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്, ടോപ്പ് കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡ് പോർഷൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത്രയും ഭാഗം, ഇത്രയും ഒരു സ്റ്റിച്ച് വരിക, അല്ലാതെ ഫുള്ള് വരരുത്. ഇത്രയും ഭാഗം വരെ സ്റ്റിച്ച് വന്നിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് ഈ സ്റ്റിച്ചിൽ കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഈ റഫിൾ സ്റ്റിച്ച് ചെയ്ത് ഈ സ്കേർട്ടിൻ്റെ ഒരു പീസിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ അടുത്ത പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ? നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ തയ്യൽ തുമ്പ് അകത്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് കൂടി ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒന്നിച്ച് വെച്ച് തയ്ച്ചാലും മതി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും, സ്റ്റിച്ച് ശരിയായി വരില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യം തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ പീസ് വെച്ച് പിടിപ്പിക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ 3 പീസും ഒന്നിച്ച് വെച്ച് തയ്ച്ചാലും മതി. പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന പോർഷനാണ്. ഇവിടെ നിന്നും ഏകദേശം 1 ഇഞ്ച് താഴ്ത്തി, അതായത് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് പോകും. വീണ്ടും നമ്മളിവിടെ ഒരു ഫ്ലവർ ഇതിൻ്റെ മുകളിലായി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1-1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ഇതാദ്യം ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെയൊന്ന് ജസ്റ്റ് മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് ഇതേൽ സ്റ്റിച്ച് വരരുത്, ഇത്രയും സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക്
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ റഫിൾ ഞാൻ വെച്ച് പിടിപ്പിച്ചു, 2 പീസ് തമ്മിൽ കൂട്ടി തയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷമാണ് അടിഭാഗം മടക്കി തയ്ക്കേണ്ടത്. നമ്മളിങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് തൂക്കിയിടുമ്പോൾ ഇതേ രീതിയിലാണ് ഈ റഫിൾ കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ടോപ്പ് പോർഷനും സ്കേർട്ടും തമ്മിൽ കൂട്ടി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ടോപ്പിൻ്റെ നല്ല ഭാഗവും സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതുവഴി സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് ടോപ്പിൻ്റെ നല്ല ഭാഗമാണ്, ഇത് സ്കേർട്ടിൻ്റെ നല്ല പോർഷനാണ്. ഇങ്ങനെ ഈ ഹോളിൽ കൂടി ഇതിങ്ങനെ കടത്തിയെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വെച്ച് കഴിയുമ്പോൾ, നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ച് കഴിയുമ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഈ സ്റ്റിച്ച് ചെയ്ത പോർഷൻ, റഫിൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ച് കാണുന്ന ആ ഭാഗവും ടോപ്പിൻ്റെ ഈ സ്റ്റിച്ച് ചെയ്ത പോർഷൻ, ലെഫ്റ്റ് സൈഡിലെ സ്റ്റിച്ച് ചെയ്ത പോർഷനും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. അപ്പോൾ പിന്നെ മാറിപ്പോവില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വട്ടത്തിൽ റൗണ്ടായിട്ട്, കറക്റ്റ് അളവാണ്, അതുകൊണ്ട് റൗണ്ടായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുവഴിക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കുക. ഇതെൻ്റെ 100ാമത്തെ വീഡിയോ ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത്രയും നാളും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. അതുപോലെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.